ഹലോ അസ്സലാമു അലൈക്കും. സനാസാലി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ഓണം ഓഫർ കിറ്റ് ഇട്ടിരുന്നു. 10 ഗ്രാമിന് 5 രൂപയുടെയും 10 ഗ്രാമിന് 10 രൂപയുടെയും ബീഡ്സുകൾ ഇട്ടിരുന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു സ്ക്രീൻഷോട്ട് അയക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്, ഇത് വേണ്ട അത് വേണം, ഇത് വേണ്ട അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഞാൻ ഏതൊക്കെ ബീഡ്സുകളാണ് ഓഫറിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാനന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഏലക്കായ ബീഡ്സ് കയ്യിൽ വെച്ചിരിക്കാൻ കാരണം അത് മറന്നു പോകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിൽ വലുതും ചെറുതും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. 2-3 പേര് ചോദിച്ചു ഏലക്കായ ബീഡ്സ് എങ്ങനത്തെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് വരുന്നത്. ഇത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ. ഇതെല്ലാം 10 ഗ്രാമിന് 10 രൂപയാണ്. അതുപോലെ അതിൽ ചോദിക്കുന്നുണ്ട് ഹോളുണ്ടോ എന്നുള്ളത്. നല്ല ഹോളുണ്ട് കേട്ടോ, ചെറുതിലും ഉണ്ട് വലുതിലും ഉണ്ട് കേട്ടോ ഹോള് വരുന്നത്. ഇതിൽ കാണുന്ന എല്ലാ ബീഡ്സുകളും നമുക്ക് വയർ ഹെയർ ബാൻഡിനും ബ്രേസ്ലെറ്റിനും മാലക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡുകളാണ് കേട്ടോ. കാരണം ഇതിലെല്ലാം ഹോളുള്ള ബീഡുകളാണ്. അപ്പോൾ നമുക്കിത് വയർ ഹെയർ ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതുപോലെ എത്ര രൂപയാണ് കിറ്റിന്, എത്ര രൂപയാണ് ഫുൾ കിറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്നാൽ അതൊന്ന് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ കിറ്റും കാര്യങ്ങളും റേറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും ടെൻഷനില്ല, നിങ്ങൾക്കും ടെൻഷനില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. സംഗതി ഏകദേശം ഇതാണ് നമ്മളുടെ കിറ്റ് വരുന്നത് കേട്ടോ. ഇത്രയും ഐറ്റംസുകൾ വരുന്നുണ്ട്. 38 ബീഡ്സുകളുണ്ട് കേട്ടോ. ഇതിൽ 36 പാക്കറ്റാണുള്ളത്. അതായത് ഇതിൽ ഞാൻ 30 ഗ്രാം ബീഡ്സ് ആക്കിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് ബീഡ്സ് ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ മിക്സായിട്ട് ഓരോ കളർ 10 ഗ്രാം എടുക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ യെല്ലോ കളറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ഗ്രാം എടുക്കാനുള്ളത് ഉണ്ടാവും തോന്നുന്നില്ല. ഓരോരുത്തർ കിറ്റ് പറഞ്ഞ 10 ഗ്രാം പറഞ്ഞല്ലോ. അപ്പോൾ മിക്സ്ഡ് ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 30 ഗ്രാം ഉണ്ട്. ബാക്കി ഈ ഇരിക്കുന്നതെല്ലാം 10 ഗ്രാം വീതമാണ് കേട്ടോ. ഈ ഇരിക്കുന്ന ബീഡ്സുകളെല്ലാം 10 ഗ്രാം വീതമാണ്. ഇത് ഞാനൊരു റേറ്റ് ഇട്ടിരിക്കുകയാണ്, 15 രൂപ എന്നുള്ള റേറ്റ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 14 ഗ്രാമിൻ്റെ അടുത്ത് ഈ ബീഡ് വരുന്നുണ്ട് കേട്ടോ. ഈ റൗണ്ട് ബീഡ് ഇതിലെല്ലാം ഈ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് നമ്മൾ ഈ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കി ഈ ഇരിക്കുന്നതെല്ലാം 10 ഗ്രാം വീതമുള്ള ബീഡ്സിൻ്റെ പാക്കറ്റുകളാണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന 1 2 3 4 5 6 7 8 ഐറ്റം 10 ഗ്രാമിന് 10 രൂപയാണ്. ഇതിൽ നമുക്ക് ഈ ഏലക്കായുടെ വലുത് വരുന്നുണ്ട്, ചെറുത് വരുന്നുണ്ട്, ഒരു സ്റ്റോൺ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് ബീഡ് വരുന്നുണ്ട്, ഒരു ഫ്ലവർ ബീഡ് ഉണ്ട്, ഒരു ഫിഷ് ബീഡ് ഉണ്ട്, പിന്നെ വൈറ്റിൽ തന്നെ ഒരു സ്പെഷ്യലായിട്ട് വരുന്നൊരു ബീഡുണ്ട് കേട്ടോ. റൗണ്ടും അല്ല, എന്നൊരു വെട്ട് കൊണ്ടുപോലത്തെ ബീഡുകളാണ്. അത് നല്ല ഭംഗിയാണ് കേട്ടോ, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിളക്കം കൂടുതലാണ്. പിന്നെ ഒരു ചാര മേക്കിങ്ങിൻ്റെ ഒരു ഫ്ലവർ ബീഡും വരുന്നുണ്ട്. ഇതെല്ലാം 10 ഗ്രാമിന് 10 രൂപയാണ് കേട്ടോ. പിന്നെ വരുന്നതെല്ലാം 10 ഗ്രാമിന് 5 രൂപയായിട്ട് വരുന്ന ബീഡ്സുകളാണ്. ഇതിപ്പോൾ 5 രൂപയുടെ പാക്കറ്റുകളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ല, 10 ഗ്രാമിന് 5 രൂപയുടെ പാക്കറ്റുകളാണ് ഈ ഇരിക്കുന്നത്. ഇതിൽ 3 കളർ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3-4 കളേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇതൊരു സിൽവർ ബീഡാണ്, ഇത് ടാര ഫ്ലവർ ആണ്, ഇതൊരു ഫ്ലവർ ബീഡാണ്, ഇത് പാസ്റ്റൽ ബീഡിൽ ഹാങ്ങിങ് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് പാസ്റ്റലിൽ സ്റ്റാർ ബീഡാണ്, ഇത് സ്ട്രോബെറി ബീഡാണ്. പിന്നെ ഇത് 2-3 എൻഡ് ബീഡുകളാണ് കേട്ടോ. പിന്നെ ഇത് വരുന്ന ഷുഗർ ബീഡിൽ സിൽവർ, ബ്ലാക്ക്, വൈറ്റ് മിക്സ്ഡ് ലാവൻഡർ കളറാണ് കേട്ടോ ഈ വരുന്നതെല്ലാം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു സെറ്റായിട്ട് വരുന്ന ബീഡ്സുകൾ ഉണ്ടെന്നുള്ളത്. ഇത് ഗ്രീനിൻ്റെ കൂടെ ഇത് ഓറഞ്ച്, ബ്ലൂ, യെല്ലോ, റെഡ്, റോസ്. ഇത് ഫുള്ള് വരുന്നത് 5 രൂപയുടെ പാക്കറ്റുകളാണ് കേട്ടോ. ഇത് 5 രൂപയല്ല, ഇതിന് 15 രൂപയാണ് വരുന്നത് കേട്ടോ. കാരണം ഇതിൽ 30 ഗ്രാം ബീഡ്സ് ആഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു ഐറ്റം നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഐറ്റമായിട്ട് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ ഇത് വരുന്നതല്ല, ഇനി ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. അത് 10 ഗ്രാമിന് 10 രൂപയുടെ ബീഡ്സുകൾ ഇതാണ് കേട്ടോ. 10 ഗ്രാമിന് 10 രൂപയുടെ ബീഡ്സുകൾ വരുന്നത് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം 5 രൂപയാണ്. ഓക്കെ, അപ്പോൾ 38 ബീഡ്സുകൾ ഉണ്ടായിരിക്കും. ഇതടക്കം 38 ബീഡ്സുകൾ ഉണ്ടായിരിക്കും, 38 പാക്കറ്റുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്സഡ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കളർ, ഒരു 6 കളർ ഒരുപോലെ പാക്ക് ചെയ്യും. മിക്സ് ആക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ മിക്സ് ആക്കിയിട്ടാകും പാക്ക് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഫുൾ കിറ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫുൾ കിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് വരുന്ന റേറ്റ് വരുന്നത് 240 രൂപയാണ്. ഷിപ്പിംഗ് അടക്കം 290 രൂപയാണ് വരുന്നത് കേട്ടോ. കാരണം ഇതിൽ ഫ്രീ ഷിപ്പിംഗ് ഞാൻ ആക്കുന്നില്ല.
കാരണം അത്യാവശ്യം ഞാനിതിൽ റേറ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. നല്ല ഫുൾ വെറൈറ്റി ബീഡ്സുകളാണ്. ഇതിലെല്ലാം ഞാൻ റേറ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഷിപ്പിംഗ് അടക്കം വരുന്ന റേറ്റ് പറഞ്ഞാൽ 290 രൂപയാണ് ഫുൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഞാനൊരു 200 രൂപയുടെ ബീഡ്സിൻ്റെ പാക്കറ്റ് ആക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത്രയും ബീഡ്സുകൾ എടുത്ത് വന്നപ്പോൾ അതൊരു വലിയ പാക്കറ്റല്ല, ഒരു 290 രൂപ ആയിട്ടുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നിങ്ങളുടെ എമൗണ്ടിൽ ഇപ്പോൾ 200 ആണ് 250 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒതുക്കുന്ന രീതിയിൽ ഇത് മാത്രം ഇങ്ങനെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരിക. ഒരു ലേറ്റായിട്ട് ഒരു ടിക്കറ്റ് അയച്ചാൽ മതി, ഇത് ഒഴിവാക്കിയിട്ടുള്ളത് മതി എന്നുള്ളത് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു ഫോട്ടോ മാത്രം, ഒറ്റ ഫോട്ടോ മാത്രം എനിക്ക് എടുത്ത് അയച്ചു തരിക കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ ചാനലിലൊരു ഫോട്ടോ ഇതിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. അതുപോലെ ചില ആൾക്കാർ ചോദിച്ചു നമ്മളോട് ഇത് വയർ ഹെയർ ബാൻഡിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ ഇതിലധികം മാലബീഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വയർ ഹെയർ ബാൻഡിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതെല്ലാം വയർ ഹെയർ ബാൻഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബീഡ്സാണ് കേട്ടോ. സംഗതി ഇതിൽ ചെറിയ ഹോളാണ്, പക്ഷെ നമുക്കിത് മാലയുടെ സെൻറ്ററിൽ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കുമല്ലോ. നമ്മൾ പഴയ മാലകളൊക്കെ കണ്ടിട്ടില്ലേ, മാല രണ്ട് സൈഡിലും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പോൾ ഞാൻ അധികം ഇതിന് മാല ബീഡ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസുകളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കളേഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇത് ചെയ്താൽ. ഓക്കെ, പിന്നെ ഇത് ഹാങ്ങിങ് ബീഡാണ്, ഫ്ലവർ ബീഡ് ഉണ്ട്, അങ്ങനെ എല്ലാ ബീഡുകളും ഒരുവിധം എല്ലാ ബീഡുകളും നമ്മളിതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറക്കരുത്, ഇത് മാത്രം ഫോട്ടോ എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ ഈ ഒരു സെറ്റ് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഫുൾ കിറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളിതിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നായിട്ട് എനിക്കതുകൊണ്ട് അയച്ചു തന്നാലും മതി. ഇതിനെന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് മാത്രമായിട്ട് മാറ്റാൻ പറയുക. നിങ്ങളുടെ എമൗണ്ട് ഇപ്പോൾ എനിക്കറിയില്ലല്ലോ, നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കിറ്റ് റെഡി ആക്കാൻ കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. കാരണം ഞാൻ ലേറ്റ് ആവേണ്ടെന്ന് കരുതിയിട്ട് രാത്രി 10:05 ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 10:05 ആയിരിക്കുന്നത്. ഇനി ഇത് എനിക്ക് പാക്ക് ചെയ്യാണ്ട്, രാവിലേക്കുള്ളത് പാക്ക് ചെയ്യാണ്ട്, അതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കിടക്കാൻ കേട്ടോ. അപ്പോൾ പറയാണ്ട് വെച്ചാൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് അയച്ചു തരിക. ഫുൾ കിറ്റ് എടുത്താൽ നന്നായി. അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ക്രീൻഷോട്ടിൽ ഓരോ വീഡിയോസും സ്ക്രീൻഷോട്ട് എടുക്കാതെ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാത്രം നമുക്ക് അയച്ചു തരിക. എന്നിട്ട് വേണ്ടത് ഓർഡർ ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വരാം.